ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആവും. അത്രയ്ക്ക് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി വെജിറ്റബിൾ സമോസയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ അതിനായിട്ട് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിന്റെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നത് വരെ തുടരെ ഒന്ന് വഴറ്റുക. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള, അതായത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അതായത് ഈ സവാളയുടെ കളർ ഒന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാലക്കൂട്ട് എടുത്തു വെക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പറഞ്ഞ അളവിൽ മസാലക്കൂട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് വഴറ്റിയ സവാളയിലേക്ക് ഇട്ട് മൂപ്പിക്കാം. പിന്നെ മുളക് പൊടി നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂണിൽ താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒടുവിലായിട്ട് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസും മസാലക്കൂട്ടുകളും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 50 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലും വെച്ച് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം വറ്റി അടുക്കി പിടിക്കാൻ പാടില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 മിനിറ്റുകൾക്ക് ശേഷം നമ്മളിതൊന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ആ ഒരു ഈർപ്പം വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമൂസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് അത് ഏതാണ്ടൊക്കെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അങ്ങനെ സമൂസയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദ മിക്സ് ആണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊരു ദോശമാവിന്റെ പരുവത്തിൽ കലക്കിയെടുത്ത് വയ്ക്കാം. ദോശമാവല്ല, ദോശമാവിനേക്കാൾ ഒരല്പം കൂടി ലോസാക്കി ഏതാണ്ട് ഈ കാണുന്നത് പോലെ വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുത്ത് വെക്കാൻ. അങ്ങനെ അത് കലക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഈ കാണുന്ന പോലെ ഒരു ത്രികോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കാം. സമോസ ഷീറ്റിന്റെ അറ്റം, അതായത് ഈ കാണുന്ന ഭാഗം ഒരല്പം കയറി നിൽക്കത്തക്ക രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. അങ്ങനെ മടക്കിയെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിനുള്ളിലായിട്ട് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഓവറായിട്ട് കുത്തി നിറയ്ക്കരുത്. 1 ടേബിൾ സ്പൂൺ അളവിലോ 1.5 ടേബിൾ സ്പൂൺ അളവിലോ വെച്ച് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മടക്കിയെടുക്കാൻ. സമൂസ ഷീറ്റിന്റെ ഈ കയറ്റി വെച്ചിരുന്ന ഭാഗത്ത് ആദ്യം കുറച്ച് മൈദ മിക്സ് പുരട്ടി മടക്കിയതിനു ശേഷം വേണം മറുവശം തിരിച്ച് മടക്കി ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. പിന്നെ എപ്പോഴും സമൂസ ഷീറ്റ് വാങ്ങുന്ന സമയത്ത് അത് നല്ലതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ഇവിടെ ഈ എടുത്തിരിക്കുന്ന സമൂസ ഷീറ്റ് ഒരല്പം ഡ്രൈ ആയിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരല്പം മോശമായിരുന്നു, എങ്കിലും അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമൂസ ഷീറ്റൊക്കെ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് മടക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു 3 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 3 സമോസ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിന്റെ ആ ഒരു പുറം ഭാഗമൊക്കെ മൂത്ത് ചുവന്നു വരുന്നത് വരെ ഇടവിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സമോസയുടെ എല്ലാ വശവും മൂത്ത് നല്ലതുപോലെ ഒന്ന് ഈ കാണുന്ന പോലെ ഒന്ന് ചുവന്നു തുടങ്ങും. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.